എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ്, ഒരു വലിയ ഉരുളൻകിഴങ്ങ്, ഒരു ചെറിയ ഉരുളൻകിഴങ്ങ്, ഒരു സബോള, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുരുമുളക്, വറ്റമുളക്, കുരുമുളകിൻ്റെ പൊടി, പിന്നെ വറ്റമുളക്. ഇതുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പം നമുക്കിതൊക്കെ നുറുക്കിയെടുക്കാം. അപ്പം നമ്മൾ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇതേപോലത്തെ ചതുരം കഷ്ണങ്ങളാക്കിയിട്ട് ഇത്ര വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സവോള ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിക്കുന്നവർക്ക് ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വറ്റമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുരുമുളകും പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുരുമുളകും പൊടിയുടെ എരിവുണ്ടാവുള്ളൂ. ക്രഷ് ചെയ്ത കുരുമുളകും പൊടിയാണ്. കുറച്ച് കുരുമുളകും പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഇട്ട് കൊടുക്കുക. ഇതൊരു റോസ്റ്റ് പോലെയാണ്, അല്ലാണ്ട് ഉപ്പേരിയോ മെഴുക്ക് പറ്റിയോ ഒന്നല്ല. ഒരു റോസ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളകും ഉള്ളി, വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങൾ ക്യാരറ്റും ഉരുളൻകിഴങ്ങും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് മതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ആവിയിൽ ഇതിൻ്റെ നനവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായി ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ ഇത് അടച്ച് വയ്ക്കാം. ഇനി വെള്ളം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു തുണ്ട് തെളിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ നമ്മളിത് വെള്ളം ഒഴിക്കാത്തല്ലേ, അപ്പോൾ നമുക്ക് അടി പിടിക്കും. അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മളിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കണ്ടാൽ പടിയൊന്നും പിടിച്ചിട്ടില്ല. ഇത് വയ്ക്കുമ്പോൾ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വയ്ക്കണം. നമുക്ക് ഒന്നും കൂടിയും അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി കറി റെഡി ആയി നോക്കാം. ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അടിയൊന്നും പിടിക്കില്ല. ഇനി ഗ്യാസിന് തീയൊക്കെ കൂടുതലുണ്ടാവും. ചെറുതീയിലിട്ടാലും ചിലവർക്ക് ചൂട് കൂടുതലാവും. അപ്പോൾ ചിലപ്പോൾ അടിയൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം തെളിച്ച് കൊടുത്തിട്ട് വെക്കേണ്ടതാണ് നല്ലത്. അപ്പോൾ ഇത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റായിട്ട് വരും. അങ്ങനെ നമ്മുടെ ക്യാരറ്റും ഉരുളൻകിഴങ്ങും കൂടിയിട്ടുള്ള ഒരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു തുള്ളി വെള്ളം ഒഴിക്കാണ്ട് ആ വെളിച്ചെണ്ണയിലും പിന്നെ ഇതിൻ്റെ നനവോട് കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എടുത്തതാണ് ഞാൻ. നല്ല ടേസ്റ്റാണിത്, നല്ല ചൊടി. അങ്ങനെ കറി റെഡിയായി. നമ്മൾ വെള്ളം ഒഴിച്ചില്ലാന്ന് വെച്ചിട്ട് വേവാണ്ടൊന്നും ഇരിക്കില്ല. നന്നായി കുരുമുളകും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ നല്ലവണ്ണം പിടിച്ചിട്ട് ഇത് കഴിക്കാനായിട്ട്, ഇതിൻ്റെ കഷ്ണങ്ങൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.